ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി സി പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT ബേസിക് സയൻസിലെ ചാപ്റ്റേഴ്സാണ് ഓരോന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ്. മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന കമൻറ്റുകളാണ്, അതുപോലെ നിങ്ങളുടെ ലൈക്കുകളും. അപ്പോൾ കമൻറ്റുകൾ എന്തായാലും പോസിറ്റീവ് ആയിട്ട് മാത്രമേ എടുക്കാറുള്ളൂ, അങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ 4ാമത്തെ ചാപ്റ്ററായ മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത് കണ്ടു, കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എന്താണ് വിറകെല്ലാം വെട്ടി നമ്മുടെ കത്തിക്കാനായിട്ടൊക്കെ ഉള്ള ഒരുക്കത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് എന്നിവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെഴുകുതിരി കത്തുന്നുണ്ട്, ഒരു ചൂലവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു വാഴക്കുല, പഴുത്ത് തുടങ്ങിയ ഒരു വാഴക്കുല നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ചുറ്റിയ കൊണ്ട് പാറ ഇടിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ആഹാരം പാകം ചെയ്യുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഒരു ചിത്രത്തിൽ കണ്ടത്. ഇവിടെ പദാർത്ഥങ്ങൾ പലതരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് കാണുന്നില്ലേ? അപ്പോൾ നോക്കിയേ, നമ്മൾ കണ്ടു പദാർത്ഥങ്ങൾ പലതരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. കല്ല് കൊത്തി ശില്പമാക്കുന്നതും, അപ്പോൾ ഇവിടെ കല്ല് കൊത്തി ശില്പമാക്കുന്നത് നമ്മൾ കണ്ടു. വാഴക്കുല പഴുക്കുന്നതും ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ? അപ്പോൾ ഇവിടെ അതേ കണ്ടോ, കല്ല് കൊത്തിയിട്ട് അത് ശില്പമാക്കുന്നതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതുപോലെ ഇവിടെ എന്താണ്, വാഴക്കുല പഴുക്കുന്നുണ്ട്, മെഴുകുതിരി കത്തുന്നുണ്ട്, പിന്നെന്താ നമ്മുടെ ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങളാണല്ലേ. ഒന്ന് മനുഷ്യനിർമ്മിതവും മറ്റേത് പ്രകൃതിദത്തവുമല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു എന്താണ്, ഒരാൾ കല്ല് കുത്തി ശില്പമാക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. ശില്പങ്ങൾ മനുഷ്യരാണ് നിർമ്മിക്കുന്നത്, അപ്പോൾ മനുഷ്യനിർമ്മിതമാണ്. വാഴക്കുല പഴുക്കുന്നത് എന്താണ്, ഒരു ഭൗതിക മാറ്റമാണ് അല്ലേ. അതുപോലെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള മാറ്റം. മനുഷ്യനിർമ്മിതമാണോ? അല്ല, വാഴക്കുല മനുഷ്യനിർമ്മിതമായിട്ടല്ല പഴുക്കുന്നത്, അത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മാറ്റമാണ്. ചുറ്റും നോക്കിയാൽ ഇത്തരം പലതരം മാറ്റങ്ങൾ നിരീക്ഷിക്കാനാവുമല്ലോ. അപ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പല കാരണങ്ങൾ കാണാൻ കഴിയും. ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാനും കാരണമാകും. അപ്പോൾ ഇതൊക്കെ എന്താണ്, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും എന്നാണ് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെല്ലാം ദ്രവ്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണെന്നറിയാമല്ലോ. അപ്പം നമ്മൾ ഈ കാണുന്ന പദാർത്ഥങ്ങളൊക്കെ എന്താണ്, ദ്രവ്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണെന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. അപ്പോൾ ദ്രവ്യം അഥവാ മാറ്റർ. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ദ്രവ്യത്താൽ നിർമ്മിതമാണ്, അഥവാ മാറ്റർ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ രസതന്ത്രം ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഓരോ പദാർത്ഥങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് രസതന്ത്രത്തിൽ എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ്രവ്യത്തിൻ്റെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ് ഓരോന്നായി പരിശോധിക്കാം. അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ജാറിൽ, അതായത് ഒരു ബീക്കറിലേക്ക് ജലം നിരപ്പ് അടയാളപ്പെടുത്തിയ ശേഷം എന്ത് ചെയ്യുന്നു, ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക. അപ്പോൾ ഇവിടെ 2 ബീക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ബീക്കർ ഇവിടെ കണ്ടിട്ടുണ്ട്. 2 ബീക്കറിൽ ഓരോ അളവിലായിട്ട് ഓരോ ബീക്കറിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരല്പം വലിയ ബീക്കറും
ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, ഒന്ന് ചെറിയ ബീക്കറായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ കല്ലും ഇവിടെ ഒരു വലിയ കല്ലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ജലനിരപ്പ് രണ്ടിലും നമ്മൾ ആ കല്ല് വെള്ളം അടയാളപ്പെടുത്തിയതിന് ശേഷം ആ കല്ലിടുന്നു. അപ്പോൾ ജലനിരപ്പിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ നമുക്ക് പറയാം എന്താണ്, വലിയ കല്ല് ഇട്ടത് കൊണ്ടായിരിക്കാം ഇവിടെ നമുക്ക് വലിയ ബീക്കറിൽ കുറച്ചുകൂടി വെള്ളം അധികമായിട്ട് ഇരിക്കുന്നതായിട്ട്. വലിയ ബീക്കറിൽ രണ്ടും സെയിം ടൈപ്പ് തന്നെയാണ്. അപ്പോൾ വലിയ അളവിൽ നമുക്ക് തോന്നുന്നത്. ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും? അപ്പോൾ കുറച്ചുകൂടി വലിയ കല്ലാണ് ബീക്കറിലേക്ക് താഴ്ത്തുന്നതെങ്കിൽ ജലനിരപ്പിൽ എന്ത് വ്യത്യാസമുണ്ടാകും? അപ്പോൾ വലിയ കല്ല് ഇടുന്നതിനനുസരിച്ച് ജലനിരപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഉയർന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദ്രവ്യത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്നാമത്തെ പോയിന്റ് എടുത്തു വെച്ചോ. എന്താണ്? ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു. അപ്പോൾ ഈ ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ദ്രവ്യത്തിൻ്റെ ഈ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന് പറയുന്ന പേരാണ് എന്ത്? അതിൻ്റെ വ്യാപ്തം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ രണ്ട് കല്ലുകളെയും ഒരു ത്രാസിലിട്ട് തൂക്കി നോക്കൂ, എന്ത് വ്യത്യാസമാണ് കാണുന്നത്? അപ്പം നമുക്കറിയാം അതിൽ ഒരു കല്ല് ചെറുതായിരുന്നു, മറ്റേത് വലുതായിരുന്നു. അപ്പം രണ്ടിലും ഭാരവ്യത്യാസം ഉണ്ടാകും അല്ലേ? അപ്പം ദ്രവ്യത്തിന് മാസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? ദ്രവ്യത്തിന് മാസ് ഉണ്ട്. ഇത് ദ്രവ്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് നമ്മൾ എന്താ പറഞ്ഞത്? ദ്രവ്യത്തിന് മാസ് ഉണ്ട്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്താണ്? അതിന് മാസ് ഉണ്ട്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. അപ്പോൾ എന്താണ് മാസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. വായു ഒരു ദ്രവ്യമാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ്, വായു ഒരു ദ്രവ്യമാണോ? അപ്പം നമുക്കറിയാം വായു എന്ന് പറയുന്ന ഒരു ദ്രവ്യമാണ്. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വായുവിനെ ഒരു ഗ്ലാസ് എടുത്ത് അടച്ചിട്ടാൽ അതിന് എന്ത് സ്ഥിതി ചെയ്യാൻ സ്ഥലമുണ്ടല്ലോ. അപ്പോൾ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? ആവശ്യമാണ്. ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസ്സിനുള്ളിൽ ഒരു ടവൽ ഉറപ്പിച്ച ശേഷം ഗ്ലാസ് തല കീഴായി പിടിച്ച് ബീക്കറിലെ ജലത്തിലേക്ക് താഴ്ത്തുക. അപ്പോൾ ഇവിടെ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബീക്കറിലെ ജലത്തിലേക്ക് ഒരു ഗ്ലാസ് തല കീഴായി കമഴ്ത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്? ടവൽ നനയുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ടവൽ നനയുന്നുണ്ടോ? ഗ്ലാസ്സിനുള്ളിൽ ജലം കയറാത്തത് എന്തുകൊണ്ട്? അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്തില്ല? നമ്മളങ്ങനെ അമർത്തിപ്പിടിച്ച് ഇതാക്കി കഴിഞ്ഞാൽ ഗ്ലാസ്സിനുള്ളിലേക്ക് വെള്ളം കയറില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വായു ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യാത്തത്? വെള്ളം കയറാത്തത്. ബീക്കറിലെ ജലനിരപ്പിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? അപ്പം ബീക്കറിലെ ജലനിരപ്പിന് എന്ത് വ്യത്യാസം അവിടെ ഉണ്ടാകും? അല്പം കൂടി ഉയരും അല്ലേ? ജലനിരപ്പിലെ വ്യത്യാസം വായുവിൻ്റെ വ്യാപ്തത്തെയല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസത്തിന് കാരണം എന്താണ്? അവിടെ നമ്മൾ ഗ്ലാസ്സിൽ ടവൽ വെച്ച് കമഴ്ത്തി, പക്ഷേ ഗ്ലാസ് ഈ ടവൽ നനഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ വായു ഉണ്ട്. അവിടെ ആ ഗ്ലാസ്സിൽ എന്താണ്? വായുവിന് ഇരിക്കാനുള്ള സ്ഥലം വേണം. അതുകൊണ്ടാണ് അത് വായുവിൻ്റെ വ്യാപ്തത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ പറയുന്നത്. വായുവിന് മാസ് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ വായുവിന് മാസ് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. വായു നിറയ്ക്കാത്ത ഫുട്ബോളിൻ്റെ മാസും വായു നിറച്ച ഫുട്ബോളിൻ്റെ മാസും ഒന്ന് തന്നെ ആയിരിക്കുമോ? അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം വായു നിറച്ച ഫുട്ബോളിൻ്റെ മാസ് വ്യത്യാസമാണ്. വായു നിറയ്ക്കാത്ത ഫുട്ബോളിൻ്റെ മാസാണെങ്കിൽ അത് രണ്ടും രണ്ട് തരത്തിലായിരിക്കും. ഒരു ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി വായുവിന് മാസ് ഉണ്ടെന്ന് വ്യക്തമായല്ലോ. അപ്പോൾ വായുവിന് എന്തുണ്ട്? മാസ് ഉണ്ട്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ ഏതിനെയും ദ്രവ്യമെന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ദ്രവ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും
മാസ് ഉള്ളതുമായ ഏതിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ദ്രവ്യമെന്ന് വിളിക്കാം. വായു ഒരു ദ്രവ്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ദ്രവ്യത്തിന് ഉദാഹരണം ചോദിച്ചിട്ട് വായു തന്നാൽ എന്താണ്? അത് ശരിയാണ്, വായു എന്ന് പറയുന്നത് ഒരു ദ്രവ്യമാണ്. ദ്രവ്യം പ്രധാനമായും 3 അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ ദ്രവ്യം പ്രധാനമായിട്ടും 3 അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ദ്രവ്യത്തിൻ്റെ 3 അവസ്ഥകളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പട്ടിക അനുയോജ്യമായവ ആണെങ്കിൽ അത് ടിക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സവിശേഷത നമ്മൾ ദ്രവ്യത്തിന് 3 അവസ്ഥയുണ്ടെന്ന് പറഞ്ഞു. ദ്രവ്യത്തെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു: ഖരം, ദ്രാവകം, വാതകം. അങ്ങനെ 3 അവസ്ഥയാണ് ദ്രവ്യത്തിനുള്ള. ഖരം അഥവാ സോളിഡ്, ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ്, വാതകം അഥവാ ഗ്യാസ്. ഇങ്ങനെ നമ്മൾ ദ്രവ്യത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി സവിശേഷത പറയുന്നു, നിശ്ചിത മാസ് ഉണ്ട്. അപ്പോൾ ഖരം എടുത്തു കഴിഞ്ഞാൽ അതിന് നിശ്ചിത ഭാരമുണ്ട്, ദ്രാവകം അതിനും നിശ്ചിത മാസുണ്ട്, വാതകമാണെങ്കിലോ അതിനും നിശ്ചിത മാസുണ്ട്. അപ്പോൾ അത് 3 നമുക്ക് ടിക്ക് ചെയ്യാം. നിശ്ചിത വ്യാപ്തമുണ്ട്. അത് നമ്മൾ പറഞ്ഞു, ഖരത്തിനായാലും ദ്രാവകത്തിനായാലും വാതകത്തിനായാലും എന്തുണ്ട്? നിശ്ചിത വ്യാപ്തമുണ്ട്. ഇനി നിശ്ചിത ആകൃതിയുണ്ട്. അപ്പോൾ ഖരത്തിനാണെങ്കിൽ നിശ്ചിത ആകൃതിയുണ്ട്, ദ്രാവകത്തിന് ഒരു ഗ്ലാസ്സിൽ ഇരിക്കുമ്പോൾ അതിനെന്തുണ്ട്? നിശ്ചിത ആകൃതിയുണ്ട്, അല്ലെങ്കിൽ ഒരു പാത്രത്തിലായിരിക്കുമ്പോൾ നിശ്ചിത ആകൃതിയുണ്ട്. ഇനി വാതകത്തിനാണെങ്കിലോ അത് ഏതെങ്കിലും പദാർത്ഥത്തിനുള്ളിലാണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ ആകൃതി ആ വാതകത്തിന് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു കോളം പോലെ ഇവിടെ ഒരു സൈഡിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്നൊന്ന് വായിച്ചു പോകാം. ദ്രവ്യത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളുണ്ടെന്ന് പഠിച്ചല്ലോ. എന്നാൽ ഇവ 3 മാത്രമല്ല ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ. ഈ 3 അവസ്ഥ മാത്രമല്ല നമ്മുടെ ദ്രവ്യത്തിനുള്ളത്. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്ന 3 അവസ്ഥ നമ്മൾ പറഞ്ഞു. 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള ദ്രവ്യമാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. നക്ഷത്രങ്ങളും നെബുലകളുമെല്ലാം പ്ലാസ്മ അവസ്ഥയിലാണുള്ളത്. പിന്നെ നക്ഷത്രങ്ങൾ, നെബുലകൾ ഇതൊക്കെ ഏതവസ്ഥയിലാണുള്ളത്? പ്ലാസ്മ അവസ്ഥയിലാണുള്ളത്. ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. അപ്പോൾ പ്ലാസ്മ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റ് പല അവസ്ഥകളും ദ്രവ്യത്തിനുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 4 അവസ്ഥകൾ മാത്രമല്ല ദ്രവ്യത്തിനുള്ളത്, വീണ്ടും പല അവസ്ഥകൾ കൂടി ദ്രവ്യത്തിനുള്ളതായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേതൊക്കെയാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നിവ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ ഇത് കൂടാതെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അത് കഴിഞ്ഞ് 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നിവ. അത്രയാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. പാത്രത്തിലുണ്ടാകുന്ന ദ്രാവകത്തെ മാറ്റങ്ങൾ പലതരം. ഇനി നമ്മൾ ഈ ഒരു ഭാഗമാണ് പറയുന്നത്. മാറ്റങ്ങൾ പലതരം. ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുക് ചൂടാക്കി നോക്കൂ, എന്ത് സംഭവിക്കുന്നു? അപ്പോൾ നമുക്കറിയാം, ഒരു ചെറിയ സ്റ്റീൽ പാത്രം എടുത്ത് നമ്മൾ അതിൽ അല്പം മെഴുക് ചൂടാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ചൂടാക്കുമ്പോൾ മെഴുക് സ്വാഭാവികമായിട്ടും ഉരുകും. പാത്രത്തിൽ ഉണ്ടാകുന്ന ദ്രാവകത്തെ അല്പസമയം തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും? മെഴുക് ആദ്യം എന്താണ്? നമ്മൾ മെഴുകെടുത്തു. ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്. മെഴുക് ആദ്യം ഖരമായിട്ടിരിക്കുകയാണ്. ആ ഖരം നമ്മൾ പാത്രത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ അത് ദ്രാവകമാകുന്നു. ഈ ദ്രാവകം കുറച്ച് നേരം ഇരുന്ന് തണുക്കുമ്പോൾ വീണ്ടും അത് ഏതവസ്ഥയിലോട്ട് മാറും? അത് ഖര അവസ്ഥയിലോട്ട് മാറും. നമ്മൾ മെഴുകുതിരി കണ്ടാൽ മതി. മെഴുകുതിരി ഉരുകി ആ തറയിൽ വീഴുന്ന, അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എന്തിനെങ്കിലും ഉരുകി വീഴുന്നു. അത് കുറച്ച് നേരം കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വീണ്ടും പഴയ മെഴുകുതിരിയുടെ ആ ഒരു ആകൃതിയിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. പക്ഷെ അത് ആ ഖരരൂപത്തിലാകും. മെഴുകിനെ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവക അവസ്ഥയിലേക്കും
തിരിച്ചും മാറ്റാനാവുമല്ലോ. അപ്പം നമുക്കറിയാം മെഴുകിനെ എന്ത് ചെയ്യാൻ പറ്റും, ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തിരിച്ചും എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ കഴിയും. എന്നാൽ ഒരു കഷ്ണം കടലാസ് കത്തിച്ച് ചാരമാക്കിയാലോ? അപ്പം നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മൾ ഒരു കഷ്ണം കടലാസ് എടുക്കുന്നു, അതിനെ കത്തിച്ച് ചാരമാക്കുന്നു. പക്ഷേ നമുക്ക് തിരിച്ച് ആ ചാരത്തെ കടലാസാക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പം എന്താണ്, ഉണ്ടാകുന്ന ചാരത്തെ തിരികെ കടലാസാക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാ മാറ്റങ്ങളും ഒരേ വേഗതയിലാണോ സംഭവിക്കുന്നത്? അപ്പോൾ എല്ലാ മാറ്റങ്ങളും ഒരേ വേഗതയിലാണോ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ല, പല വ്യത്യാസമുണ്ടായിരിക്കും. ഒരു പയർവിത്ത് മുളയ്ക്കാൻ ഏകദേശം എത്ര സമയമെടുക്കും? അപ്പോൾ ഒരു പയർവിത്ത് മുളയ്ക്കാൻ നമുക്കറിയാം എത്ര സമയമെടുക്കും, ഒരു 2 ദിവസം ഒക്കെ എടുക്കും ഒരു പയർവിത്ത് മുളച്ച് വരാൻ. അത് വളർന്ന് പൂവിടാനോ ഏറെ നാളുകൾ വേണം അല്ലേ? അപ്പോൾ അത് പൂവിടാനായിട്ടും ഏറെ നാളുകൾ വേണം. എന്നാൽ ഗ്യാസ് അടുപ്പ് കത്തുന്നതും പടക്കം പൊട്ടുന്നതും വേഗത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണല്ലോ. അപ്പോൾ അത് ശരിയാണ്. കാരണം നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നത് എന്താണ്, ഗ്യാസ് അടുപ്പ് നമ്മൾ ലൈറ്റർ എടുത്ത് ഓണാക്കി കത്തിച്ചാൽ അപ്പോൾ തന്നെ കത്തുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുപോലെയാണ് പടക്കം പൊട്ടുന്നതും വളരെ വേഗത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവ രണ്ടും. സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാം സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. സാവധാനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിത്ത് മുളയ്ക്കുന്നത്, അതുപോലെ ഫലം പാകമാകുന്നത്, ഇതൊക്കെ സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണെങ്കിലോ, ഈ പറഞ്ഞതുപോലെ പടക്കം പൊട്ടുന്നത്, നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നത്, പിന്നെയും നമുക്ക് ഒരുപാട് ഇത് പറയാൻ പറ്റും. ഇനി മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത്, കാറ്റിൽ ഇലകൾ കൊഴിയുന്നത്, ഇതൊക്കെ വേഗത്തിൽ നടക്കുന്ന വസ്തുതകളാണ്. അതുപോലെ സാവധാനത്തിൽ നടക്കുന്ന വസ്തുക്കളും ഒരുപാട് ഉണ്ട്. ഇനി ഭൗതിക മാറ്റവും രാസമാറ്റവും എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫിസിക്കൽ ചേഞ്ച് എന്താണ്, അതുപോലെ കെമിക്കൽ ചേഞ്ച് എന്താണ് നോക്കാം. കടലാസ് കത്തുന്നതും മെഴുക് ഉരുകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ കടലാസ് കത്തി അത് ചാരമാകും, മെഴുക് ഉരുകിക്കഴിഞ്ഞാൽ അത് തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, ആ മെഴുകും ആകും. അപ്പോൾ മെഴുക് ഉരുകുമ്പോൾ അതിൻ്റെ രാസ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? അപ്പം മെഴുക് ഉരുകുമ്പോൾ എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ രാസ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നില്ല, ഭൗതിക സ്വഭാവത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതാദ്യം ഉരുകുന്നു, പിന്നീട് അത് വീണ്ടും എന്തായി മാറുന്നു, അത് മെഴുകായി തന്നെ മാറുന്നു. എന്നാൽ കടലാസ് കത്തുമ്പോഴോ, കടലാസ് കത്തുമ്പോൾ അത് ചാരമായി അവിടെ ഒരു രാസമാറ്റമാണ് ഉണ്ടാകുന്നത്. മെഴുക് ഉരുകുന്നത് ഭൗതിക മാറ്റവും കടലാസ് കത്തുന്നത് രാസമാറ്റവുമാണ്. അപ്പോൾ രാസമാറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെയുള്ള മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രാസമാറ്റം എന്ന് പറയുന്നത്. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഭൗതിക മാറ്റമാണെങ്കിൽ അവിടെ എന്തുണ്ടാകുന്നില്ല, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൗതിക മാറ്റമാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ മെഴുക് ഉരുകുമ്പോൾ അവിടെ എന്തില്ല, വേറെ പുതിയൊരു പദാർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല. അവിടെ ആ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു. അപ്പോൾ രാസമാറ്റമാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നതാണ് അവിടെ എന്തെന്ന് പറയുന്നത്, രാസമാറ്റം എന്ന് പറയുന്നത്. അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. അപ്പോൾ രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഭൗതിക മാറ്റമാണെങ്കിൽ എന്ത്, തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ഭൗതിക മാറ്റത്തിൽ വരുന്നത്. രാസമാറ്റമാണെങ്കിലോ അവിടെ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. അത് രണ്ടും ഓർത്തു വയ്ക്കുക. ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങളെ ഭൗതിക മാറ്റം, രാസമാറ്റം എന്നിങ്ങനെ വേർതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങളെ നമുക്ക് ഭൗതിക മാറ്റമെന്നും രാസമാറ്റമെന്നും തരംതിരിക്കാൻ വരൂ. അപ്പോൾ എന്താണ്, ഒന്നാമത്തേത് തന്നിട്ടുണ്ട്, പാൽ തൈരാകുന്നു. അപ്പോൾ പാൽ തൈരാകുന്നത് ഇവിടെ നടക്കുന്ന ഒരു രാസമാറ്റമാണ്. തിരിച്ച് തൈരിനെ നമുക്ക് പാലാക്കാൻ പറ്റുമോ? ഇല്ല.
ഇനി മെഴുക് ഉരുകുന്നു. മെഴുക് ഉരുകുന്നത് എന്താണ്? അത് ഭൗതിക മാറ്റമാണ്. അത് ഭൗതിക മാറ്റമാണ്. ഭൗതിക മാറ്റം ഇവിടെ രാസമാറ്റമാണ്. രാസമാറ്റം. മെഴുകുതിരി കത്തുന്നു. മെഴുകുതിരി കത്തുന്നത് എന്താണ്? മെഴുകുതിരി കത്തിയിട്ട് വീണ്ടും അതെന്തായി മാറും? ആ മെഴുക് തറയിൽ വീണ് ആ മെഴുക് തണുക്കുമ്പോൾ വീണ്ടും മെഴുകായിട്ട് മാറും അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് പറയാം ഇവിടെ എന്ത് നടക്കുന്നു? ഭൗതിക മാറ്റമാണ് എന്ന് പറയാം. ഇനി ജലം ഐസാകുന്നു. ജലം എന്ത് ചെയ്യുന്നു? ഐസാകുന്നു. ജലം കട്ടയാകുന്നു. ഐസ് കട്ടയാകും അല്ലേ? ഇനി ഈ ഐസ് കട്ടയാകുന്ന ജലം കുറേ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി മാറും? വീണ്ടും ജലമായി മാറും. അപ്പോൾ അവിടെയും എന്ത് മാറ്റമാണ് നടക്കുന്നത്? ഭൗതിക മാറ്റമാണ് നടക്കുന്നത്. ഐസ് ഉരുകുന്നു. ഐസ് ഉരുകുന്നു. അവിടെ എന്താണ്? ഐസ് ഉരുകുന്നു എന്നത് അതും എന്താണ്? ഉരുകിയാൽ ഐസ് എന്തായി മാറും? വെള്ളമായി മാറും. വീണ്ടും നമ്മൾ തണുപ്പിച്ചാൽ എന്തായി മാറും? ഐസ് കട്ടയായി മാറും. അപ്പോൾ അവിടെയും എന്ത് മാറ്റമാണ്? ഭൗതിക മാറ്റമാണുള്ളത്. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു. ഉപ്പ് ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് മാറ്റമാണ്? രാസമാറ്റമാണ് ഉണ്ടാകുന്നത്. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു. അപ്പോൾ സാധാരണ ജലം നമ്മളതിൽ ഉപ്പിട്ടു, പിന്നീട് തിരിച്ച് നമുക്ക് ആ ജലത്തെ ജലമാക്കിയും ഉപ്പിനെ ഉപ്പാക്കിയും മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? അവിടെ ഒരു രാസമാറ്റമാണ് നടക്കുന്നത്. ഇനി ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു. അപ്പോൾ ഇരുമ്പ് നമ്മൾ പുറത്ത് വെച്ചിരുന്ന് കുറച്ച് നാളാവുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഇരുമ്പ് തുരുമ്പ് പിടിക്കും. അപ്പോൾ അവിടെ നടക്കുന്നതും ഒരു രാസമാറ്റമാണ്. തിരിച്ച് നമുക്ക് തുരുമ്പ് പിടിച്ച ഇരുമ്പിനെ നമുക്ക് ഇരുമ്പാക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ രാസമാറ്റമാണ് അവിടെ നടക്കുന്നത്. ഇനി വിറക് കത്തുന്നു. വിറക് കത്തുന്നതും എന്താണ്? രാസമാറ്റമാണ്. വിറക് കത്തിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? അത് കത്തിച്ചാരമായിട്ട് മാറും. തിരിച്ച് നമുക്ക് അതിനെ എന്താക്കി മാറ്റാൻ കഴിയുകയില്ല. തിരിച്ച് നമുക്കതിനെ വിറകാക്കി മാറ്റാൻ സാധിക്കുകയില്ല. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ഭൗതിക മാറ്റവും രാസമാറ്റവും എന്ന് പറയും. ഇതുപോലെ സ്റ്റേറ്റ്മെൻ്റായിട്ട് നമുക്ക് തരാം. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. ഒരു പാത്രത്തിൽ ഐസ് എടുത്ത് ചൂടാക്കുക. എന്ത് സംഭവിക്കുന്നു? അപ്പം നമ്മൾ ഒരു പാത്രത്തിൽ ഐസ് എടുത്ത് ചൂടാക്കി, ഐസ് ചൂടാക്കുമ്പോൾ എന്താണ്? പെട്ടെന്ന് തന്നെ ഐസ് ഉരുകി വെള്ളമാകും അല്ലേ? പിന്നെ തിരിച്ച് ചൂടാക്കുന്നത് തുടർന്നാൽ എന്ത് സംഭവിക്കും? ചൂടാക്കി നമ്മൾ ഒരുപാട് നേരം അങ്ങ് ചൂടാക്കുമ്പോൾ ആ ജലം തിളച്ച് നീരാവി ഉണ്ടാകാൻ തുടങ്ങില്ലേ? അല്ല, ശരിയായിട്ടും എന്താണ് ഇത് തിളച്ച് എന്തായിട്ട് മാറും? നീരാവിയായിട്ട് മാറും. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ കണികാക്രമീകരണം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ നമ്മൾ പദാർത്ഥങ്ങളുടെ കണികകളെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ അവസ്ഥയിലും കണികകൾ തമ്മിലുള്ള അകലം, അവ തമ്മിലുള്ള ആകർഷണ ബലം, കണികകളുടെ ചലന വേഗത, ഊർജം എന്നിവയെക്കുറിച്ച് എഴുതാമോ? അപ്പോൾ നമുക്കറിയാം കണികകൾ തമ്മിലുള്ള അകലം ഖരാവസ്ഥയിലാണെങ്കിൽ അകലം വളരെ കുറവായിരിക്കും. അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലം ഖരാവസ്ഥയിൽ വളരെ കുറവായിരിക്കും. ദ്രാവക അവസ്ഥയിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇനി വാതക അവസ്ഥയിലാണെങ്കിൽ കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഖരാവസ്ഥയിൽ കണികകൾ തമ്മിലുള്ള അകലം കുറവായിരിക്കും. ഇപ്പോൾ രണ്ട് കല്ല് നമ്മൾ ചേർത്തിട്ട് ആ രണ്ട് കല്ലും എന്ത് ചെയ്യും? അടുത്തടുത്ത് ചെന്നിരിക്കും അല്ലേ? അതുപോലെ ദ്രാവകങ്ങൾ, രണ്ട് വെള്ളം നമ്മൾ വീഴ്ത്തി വയ്ക്കുമ്പോൾ അതിനും എന്താണ്? കണികകൾ തമ്മിലുള്ള അകലം കുറച്ചുകൂടി കുറവായിരിക്കും എന്നേ ഉള്ളൂ. ഇനി വാതകങ്ങളിലാണെങ്കിൽ എന്താണ്? വളരെ അകലെയായിരിക്കും. കണികകൾ തമ്മിലുള്ള ആകർഷണ ബലമാണെങ്കിലോ ഖര അവസ്ഥയിൽ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. അപ്പോൾ കണികകൾ തമ്മിലുള്ള എന്താണ്? ആകർഷണ ബലം നമ്മുടെ ഖര അവസ്ഥയിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കണികകൾ തമ്മിൽ ആകർഷണ ബലം ഉണ്ടായിരിക്കും. ഇനി ദ്രാവകം, ഖരത്തെ അപേക്ഷിച്ച് ദ്രാവകത്തിലാണെങ്കിൽ എന്താണ്? കുറച്ച് കുറവായിരിക്കും. ആകർഷണ ബലം കുറച്ച് കുറവായിരിക്കും. ഇനി വാതകത്തിലാണെങ്കിലോ വളരെ കുറവായിരിക്കും കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം. അപ്പോൾ ഖരത്തിലാണ് കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതൽ ആകുന്നത്.
ഇനി കണികകളുടെ ചലനം എന്ന് പറയുന്നത് ഖരാവസ്ഥയിൽ എന്താണ് വളരെ കുറവായിരിക്കും. അത് അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് ഖരാവസ്ഥയിൽ ചലിക്കാനൊക്കെ നമ്മൾ കുറച്ച് ഖരാവസ്ഥയിലുള്ള പഞ്ചസാര നമ്മൾ അടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് കണിക ചലിക്കാൻ പറ്റുമോ? ചലനവേഗം വളരെ കുറവായിരിക്കും. ഇനി ദ്രാവകത്തിനാണെങ്കിലോ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഖരത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതുപോലെ വാതകത്തിനാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും. കണികകളുടെ ചലനം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇനി കണികകളുടെ ഊർജം ഖരാവസ്ഥയിൽ കുറവായിരിക്കും. അപ്പോൾ ഖരാവസ്ഥയിൽ കണികകളുടെ ഊർജം വളരെ കുറവായിരിക്കും. ഇനി ദ്രാവക അവസ്ഥയിലാണെങ്കിലോ ഖരത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. നമ്മുടെ വാതകാവസ്ഥയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? വാതകാവസ്ഥയിൽ വളരെ കൂടുതലായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഈ ഓരോ ഖരത്തിലും ദ്രാവകത്തിലും വാതകത്തിലും കണികകൾക്ക് തമ്മിലുള്ള അകലം, അവയുടെ ആകർഷണ ബലം, അവയുടെ ചലനം, അവയുടെ ഊർജം എന്നിവ പറയുന്നത്. ഖരാവസ്ഥയിൽ കണികകൾ വളരെ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഖരാവസ്ഥയിൽ കണികകൾക്ക് അടുപ്പം കൂടുതലാണ്, വളരെ അടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞു വന്നത്. ഖരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതുക. കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികകളുടെ ഊർജത്തിനും എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞു ഖരാവസ്ഥയിൽ കണികകൾ വളരെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഖരവസ്തുവിനെ നമ്മൾ ചൂടാക്കുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികകളുടെ ഊർജത്തിനും എന്താണ് സംഭവിക്കുക? അപ്പോൾ കണികകളുടെ അകലം കൂടും, കണികകളുടെ ഊർജവും എന്ത് ചെയ്യും? കൂടും. അത് നമ്മൾ കണികകൾ തമ്മിലുള്ള അകലത്തിന് വ്യത്യാസം വരും, അതുപോലെ തന്നെ അതിൻ്റെ ഊർജത്തിനും വ്യത്യാസം വരും. അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലം കൂടും, കണികകൾ തമ്മിലുള്ള ഊർജം കൂടും. ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലവും കണികകളുടെ ഊർജവും വർദ്ധിക്കുകയും ക്രമേണ അത് ദ്രാവകത്തിൻ്റെ കണികാക്രമീകരണം കൈവരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്? കണികകളുടെ അകലം കൂടും, അതിൻ്റെ ഊർജം വർദ്ധിക്കും, അത് ദ്രാവകത്തിൻ്റെ കണികാക്രമീകരണം കൈവരിക്കും. അപ്പോൾ ഒരു ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ ആ ഖരവസ്തു എന്ത് ചെയ്യും? ദ്രാവകത്തിൻ്റെ കണികാക്രമീകരണം കൈവരിക്കുന്നു. ഇനി ഖരം, അതുപോലെ ദ്രാവകം, വാതകം. അപ്പോൾ ഈ മൂന്നവസ്ഥയിലും നമ്മൾ ഓരോ നോക്കുകയാണ്. ഖരം എന്ത് ചെയ്യുന്നു? താപം ആഗിരണം ചെയ്യുന്നു. ദ്രാവകം താപമാഗിരണം ചെയ്യുന്നു. വാതകം. അപ്പോൾ നമ്മൾ ഖരമായ ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു? ചൂടാക്കിയാൽ അത് ക്രമേണ എന്തായിട്ട് മാറും? ദ്രാവകമായിട്ട് മാറും. ദ്രാവകം ചൂടാക്കുമ്പോൾ അത് ക്രമേണ എന്ത് ചെയ്യുന്നു? വാതകമായിട്ട് മാറുന്നു. അതാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഖരത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് താപമാഗിരണം ചെയ്ത് ദ്രാവകമാവും. ദ്രാവകത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് എന്തായി മാറും? വാതകമായിട്ട് മാറും. ദ്രാവകത്തെ ചൂടാക്കിയാൽ ക്രമേണ അത് വാതകമായി മാറും. അപ്പോൾ ദ്രാവകത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് ക്രമേണ എന്തായിട്ട് മാറുന്നു? ദ്രാവകമായി മാറുന്നു. ഒരു വാതകത്തെ തണുപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഒരു വാതകത്തെ നമ്മൾ തണുപ്പിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? വാതകം താപം പുറത്തുവിടുകയും അത് ദ്രാവകമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ വാതകത്തെ തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വാതകം താപം പുറത്തുവിടുന്നു. അപ്പോൾ അതെന്തായിട്ട് മാറും? ദ്രാവകമായിട്ട് മാറും. കണികകൾ തമ്മിലുള്ള അകലം അപ്പോൾ എന്ത് ചെയ്യും? കുറയുന്നു. കണികകളുടെ ഊർജം എന്ത് ചെയ്യും? അതും കുറയുന്നു. വാതകം ക്രമേണ ദ്രാവകമായി മാറുന്നു. അപ്പം നമ്മൾ ഒരു വാതകത്തെ ചൂടാക്കിയിട്ട് നമ്മൾ തണുപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നത്? കണികകൾ തമ്മിലുള്ള അകലം കുറയും, കണികകളുടെ ഊർജം കുറയും. വാതകം ക്രമേണ എന്തായിട്ട് മാറും? ദ്രാവകമായി മാറും. ദ്രാവകം താപം പുറത്ത് വിടുകയുന്നു. ഈ ദ്രാവകം എന്ത് ചെയ്യുന്നു? താപം പുറത്ത് വിട്ടിട്ട് അത് ഏതവസ്ഥയിലോട്ട് മാറും? ഖരാവസ്ഥയിലോട്ട് മാറും. ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ചാൽ അതെന്തായിട്ട് മാറും? അത് ഖരമായി മാറും. ദ്രാവകത്തെ വീണ്ടും തണുപ്പിക്കുമ്പോൾ അതെന്തായി മാറും? ഖരമായിട്ട് മാറും.
ഇനി നമ്മൾ പറയുന്നത് ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ചാൽ അത് ഖരമായി മാറുമല്ലോ. അപ്പോൾ ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ചാൽ ഖരമായി മാറുമെന്ന് നമ്മൾ പറഞ്ഞു. കർപ്പൂരം, നാഫ്തലീൻ അല്ലെങ്കിൽ പാറ്റ ഗുളിക എന്ന് നമ്മൾ പറയും തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു. ഇതിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ അഥവാ ഉൽപ്പതനം. അപ്പോൾ എന്താണ് ഉൽപ്പതനം എന്ന് പറഞ്ഞാൽ എന്താ പറയും? കർപ്പൂരം, നാഫ്തലീൻ തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് എന്തായി മാറുന്നു? വാതകമായി മാറുന്നു. ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഉൽപ്പതനം. ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം ഐസായി മാറുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ ഫ്രീസറിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം അതെന്തായി മാറും? അത് ഐസായിട്ട് മാറും. അപ്പോൾ അതിന് കാരണവും എന്താണ്? ഈ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിന്, അപ്പോൾ നമ്മൾ ഒരു ഫ്രീസർ വെച്ചിരിക്കുന്ന വെള്ളം പെട്ടെന്ന് ഐസായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് പദാർത്ഥം എന്ത് ചെയ്യുന്നു? മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നു. അപ്പോൾ ഒരവസ്ഥയിൽ നിന്ന് ഒരു പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. അവസ്ഥാ പരിവർത്തനം ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? അപ്പോൾ ഈ അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്, അതായത് ഒരവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരവസ്ഥയിലോട്ട് മാറും. അങ്ങനെയുള്ള അവസ്ഥാ പരിവർത്തനം ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവസ്ഥാ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തു വിടുന്നത് എന്ന്? താപം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും കണികകളുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. താപം ആഗിരണം ചെയ്യുന്നു. ഖരം താപം ആഗിരണം ചെയ്താൽ അതെന്താവും? ദ്രാവകമാവും. ഇനി ദ്രാവകം താപം ആഗിരണം ചെയ്യുമ്പോൾ അത് വാതകമാവും. വാതകം എന്ത് ചെയ്യുന്നു? താപം പുറത്തു വിടുന്നു. അപ്പോൾ അതെന്തായി മാറും? ദ്രാവകമായി മാറും. ആ ദ്രാവകം വീണ്ടും താപം പുറത്തു വിടുമ്പോൾ അതെന്തായി മാറും? ഖരമായി മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ താപം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും കണികകളുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഖരമാണെങ്കിൽ അതെന്താവും? ദ്രാവകമാകും. ദ്രാവകമാണെങ്കിൽ അത് വാതകമാകും. വാതകമാണെങ്കിൽ വീണ്ടും അത് താപം പുറത്തു വിടുമ്പോൾ ദ്രാവകമാകും. താപം പുറത്തു വിട്ടാൽ എന്തായി മാറും? ഖരമായി മാറും. അപ്പോൾ ഇനി അടുത്ത് പഠിക്കാനുള്ളത് രാസമാറ്റങ്ങളും ഊർജ്ജമാറ്റവുമാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അതുപോലെ എന്തായാലും കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടണേ. താങ്ക് യു.